ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമൻ ആൻഡ് മോം എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അതും കിഡ്ഡു റെസിപ്പിയാണ് കേട്ടോ. ഒരു പോളയാണ്, ഉരുളക്കിഴങ്ങും ചിക്കനും ബ്രെഡും കൊണ്ടാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പായി നിങ്ങൾ എന്താക്കണം, ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം ഇത്രയും സാധനങ്ങളാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ആയതുകൊണ്ട് 5 ഉള്ളി എടുത്തിട്ടുണ്ട്, വലുതാണെങ്കിൽ 4 എണ്ണം മതി. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു ക്യാപ്സിക്കം, പിന്നെ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതൊരു 1/2 കിലോന് എടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് പാലാണ്. 1/4 കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ എടുക്കുന്നത് ബ്രെഡാണ്. 5 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തിട്ടാണ് എടുക്കുക. അതിൻ്റെ ബ്രൗൺ കളറ് നമ്മൾ എടുക്കുന്നില്ല. പിന്നെ ഉപ്പ് എടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്, അതിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല. ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ ചിക്കന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ ചിക്കനാണ്. അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾ, 1 ടേബിൾ സ്പൂണ് മുളകിൻ്റെ പൊടി, വീണ്ടും ഞാൻ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1 ടീസ്പൂൺ ചിക്കൻ മസാലയും പിന്നെ കുറച്ച് വെള്ളവും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിക്കണം. ഇങ്ങനെയുള്ള മസാലയെല്ലാം ഒരു 2 മണിക്കൂർ മുന്നേ പുരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നന്നായിട്ട് പിടിച്ചിരിക്കും. ഇനി നമ്മളിത് പൊരിച്ചെടുക്കണം. തീ ഒന്ന് ഓണാക്കിയിട്ട് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത്രേ ചിക്കനുള്ളൂ. അതുകൊണ്ട് കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഞാനിതെല്ലാം നെയ്യിലിട്ടിട്ട് പൊരിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സൈഡ് പൊരിയുന്ന സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയെല്ലാം നമ്മൾ കളഞ്ഞിട്ട് മാറ്റുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഈ പോളേണ്ടത്. ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം കളഞ്ഞിട്ട് ഇതാ ഞാനിപ്പം കാണിക്കുന്ന പോലെ കത്തി കൊണ്ട് സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചെടുക്കണം. ഞാനിതിൽ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കുന്നുണ്ട്. ഇതിൽ ഞാൻ എക്സ്ട്രാ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്, കാരണം എനിക്ക് കേട് പോലെ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ 3 എണ്ണം കറക്റ്റ് തന്നെയാണ്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കത്തി കൊണ്ട് മുറിച്ചെടുക്കുന്നുണ്ട്. ഇതാ ഒരു ഉരുളക്കിഴങ്ങ് കേടുണ്ട്, അപ്പോൾ ഞാൻ എടുത്ത കറക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നല്ല സ്ലൈസ് ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇതിനേക്കാളും നൈസായിട്ട് നമുക്ക് എങ്ങനെയാണ് മുറിക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു നമ്മൾ ഉള്ളിയെല്ലാം മുറിച്ചിടുന്ന ഒരു ഐക്കേൻ്റെ പ്രൊഡക്റ്റാണിത്. ഇതിൽ നമ്മൾ ഉരുളക്കിഴങ്ങ് മുറിക്കുക എന്നാണെങ്കിൽ നല്ല നൈസായിട്ട് കിട്ടും. എനിക്ക് ഫസ്റ്റ് എനിക്ക് ഓർമ്മയില്ലേനു, പിന്നെ എനിക്കിത് ഓർമ്മ വന്നത്. അപ്പോൾ ഒരു ഉരുളക്കിഴങ്ങ് കാണിച്ചു തരുന്നതാണ്. നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മളെ ചിക്കൻ്റെ ഒരു ഭാഗം പൊരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ചിക്കൻ്റെ എല്ലില്ലാത്ത ഭാഗമാണ് നിങ്ങൾ എടുക്കുന്നതാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം നമ്മൾ ഇതിൽ ചിക്കൻ്റെ എല്ലൊന്നും എടുക്കുന്നില്ല. ഈ ചിക്കന് മസാലയിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയ പീസാക്കിയിട്ട് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. ഇനി സ്ലൈസ് ആക്കി വെച്ച നമ്മൾ ഉരുളക്കിഴങ്ങില്ലേ, അതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളകിൻ്റെ പൊടിയും 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വെള്ളം, അധികമൊന്നും വെള്ളം ഒഴിക്കേണ്ടയില്ല, എൻ്റെ അടുത്ത് കുറച്ച് കൂടിപ്പോയിട്ടുണ്ട്, അത്രയൊന്നും വേണ്ടയില്ല. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ഇത് നമുക്ക് നെയ്യിലിട്ടിട്ട് ഒന്ന് വാട്ടിയെടുക്കണം, അതിന് വേണ്ടിയിട്ടാണ്. ഇനി തീ ഓണാക്കിയിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ഉരുളക്കിഴങ്ങ് നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം നമ്മൾ ഈ പോളയിൽ വെക്കുന്ന സമയത്ത് നൈസായിട്ട് തന്നെ നമുക്ക് കിട്ടണം. കട്ട് ഉണ്ടായി കഴിഞ്ഞാൽ കുറേ ടൈം എടുക്കും. അപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങെല്ലാം വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ക്യാപ്സിക്കവും പച്ചമുളകും എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അളവെല്ലാം ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തന്നിട്ടില്ല. ഇനി തീ ഓണാക്കിയിട്ട് ഈ ഒരു പാത്രം, നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ ചിക്കൻ പൊരിച്ച നെയ്യില്ലേ, അത് ഒരു 2 ടേബിൾ സ്പൂണ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്.
ഇനി ഇട്ട് കൊടുക്കുന്നത് പച്ചമുളകാണ്. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ ഇത്. അപ്പം നിങ്ങൾ എടുക്കുമ്പോൾ 3 or 2 എടുത്താൽ മതി. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പിട്ട് കഴിഞ്ഞാൽ വേഗം നമുക്ക് വഴന്ന് കിട്ടും. അതിന് ശേഷം ഞാനൊന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. എന്നാലാണ് ഇത് കുറച്ചും കൂടി ഒന്ന് വെന്ത് കിട്ടുക. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യാപ്സിക്കം വേഗം വേവുന്നതുകൊണ്ടാണ് ഞാനിത് ലാസ്റ്റ് ഇട്ട് കൊടുത്തത്. അതിനുശേഷം ഞാൻ ഒന്നും കൂടി മൂടി വെക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ചിക്കൻ മസാലയാണ്. 1.5 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. പിന്നെ നിങ്ങളെടുത്ത് 1/4 ടീസ്പൂൺ ഗരം മസാല ഉണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊരിച്ച് വെച്ച ചിക്കന് ഞാൻ പറഞ്ഞില്ലേ എല്ലൊന്നും ഇല്ലാണ്ട് ചെറിയ പീസാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം തന്നെ നമ്മളെ മസാല നല്ല മണം വരുന്നുണ്ട്. ഇതിലേക്ക് മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. മല്ലിച്ചപ്പ് ഉള്ളതുകൊണ്ടാണ് ഇത് ഇട്ട് കൊടുത്തത്. കറിവേപ്പിലയും കൂടി നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. നമ്മളെ മസാല ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ലൊരു സ്പൈസി മസാലയായിട്ട് മാറിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ച 4 മുട്ടയില്ലേ അത് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഉരുളക്കിഴങ്ങും ബ്രെഡും നമ്മൾ മുക്കിയിട്ട് പൊളയിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണ് കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 പാർട്ടായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിക്കണം. ഇനി ഇതൊരു ഭാഗത്ത് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇനി തീ ഓണാക്കിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതൊന്ന് ചൂടായി കഴിഞ്ഞാൽ അൺസാൾട്ടഡ് ബട്ടറില്ലേ, ഉപ്പില്ലാത്ത ബട്ടർ, അത് ഞാൻ ഒന്ന് അടിയിൽ തടവി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കേജ് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഫസ്റ്റ് തന്നെ നമ്മൾ ബ്രെഡ് 4 സൈഡും കട്ട് ചെയ്തിട്ടുള്ള ബ്രെഡ് ആ മുട്ടയിൽ മുക്കിയിട്ട് ആ പാൻ്റെ മുകളിൽ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അടിഭാഗം ചുറ്റും നമ്മൾ കവർ ചെയ്തിട്ട് എടുക്കണം. ഞാനിതിൽ മുന്നേ ഫസ്റ്റ് ടൈം ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ സ്പാനിഷ് പോള എന്ന് പറഞ്ഞിട്ട് ഒരു പോള ചെയ്തിട്ടുണ്ടേനും. അതിന് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിട്ടുണ്ട്. ആ ഒരു പോള ഞാൻ അടിയിൽ ഉരുളക്കിഴങ്ങ് നേരത്തെ കാണിച്ചെന്ന ഉരുളക്കിഴങ്ങില്ലേ അത് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടെടുത്തത്. പക്ഷേ ഇത് ഞാൻ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൽ ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ചുറ്റും ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ മൊസറല്ല ചീസില്ലേ അതും ഇട്ട് കൊടുക്കാം. ഞാൻ ബാക്കിയുള്ള നമ്മളെ മുട്ടേൻ്റെ ആ കൂട്ടിൽ ചില്ലി ഫ്ലെക്സ് ഇല്ലേ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഇതിലാണ് കവർ ചെയ്തിട്ടെടുക്കുന്നത്. മുകൾ ഭാഗം ഉരുളക്കിഴങ്ങും അടിഭാഗം ബ്രെഡും ആയിട്ടാണ് നമുക്ക് കിട്ടുക. ഉരുളക്കിഴങ്ങ് മൊത്തത്തിലല്ല, പകുതി ഭാഗം ഞാൻ ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 പോള ഇതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് വലുതും ഒന്ന് ചെറിയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിങ്ങനെ മൊത്തം ഞാൻ കവർ ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ചുറ്റും ഞാൻ മുട്ടേൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒട്ടിപ്പിടിക്കാത്ത ഭാഗത്തെല്ലാം മുട്ടേൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് കൂട്ടി പിടിച്ചിട്ട് ഉണ്ടാവും. അപ്പം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇനി മെയിനായിട്ട് ചെയ്യേണ്ടത് തീ വളരെ കുറച്ചിട്ടാണ് വെക്കേണ്ടത്. ഒരു പഴയ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് അടിയിൽ വെച്ചിട്ട് ഈ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം വെച്ചാൽ നമുക്ക് അടി പിടിക്കാണ്ട് കിട്ടും. ഞാൻ അങ്ങനെ ചെയ്യാണ്ട് വെച്ചോണ്ട് എനിക്ക് കിട്ടിയ ഒരു ചെറിയൊരു പണിയാണ് നിങ്ങളോട് പറഞ്ഞത്. ഞാൻ മൂടി വെക്കണം കേട്ടോ. അത് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നല്ലോണം മൂടി വെക്കണം. ഒരു 15 മിനിറ്റ് തീ കുറച്ച് വെക്കണം കേട്ടോ. ഇനി ഒരു ഭാഗം വെന്ത് കഴിഞ്ഞാൽ നോൺ സ്റ്റിക്കിൻ്റെ വേറൊരു പാത്രത്തിൽ ബട്ടർ തടവിയിട്ട് നമ്മളിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് 2 മിനിറ്റ് വെച്ചാൽ മതി. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞില്ലേ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പഴയ ഒരു പാത്രം ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമ്മൾ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടി പിടിക്കാണ്ട് കിട്ടും. എനിക്ക് ചെറുങ്ങനെ ഒന്ന് ചൂടായി പോയിട്ടുണ്ട്. ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയൊരു പോളയാണിത്. മുഹറത്തിൻ്റെ നോമ്പ് ഓർക്ക് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഫസ്റ്റത്തത് നമ്മൾ വേഗം കഴിച്ചു. ഇതിൻ്റെ കൂടെ ഞാൻ ഡൈനാമിക് സോസാണ് കൂട്ടിയിട്ടുള്ളത്. സൂപ്പർ ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻ്റായിട്ട് പറയണം കേട്ടോ. അപ്പോൾ കണ്ട ഇതിൻ്റെ ഒരു ഭാഗം പൊട്ടാറ്റോം അപ്പുറത്തെ സൈഡ് ബ്രെഡും ആയിട്ടുള്ളത് വെറൈറ്റി ആയിട്ടില്ലേ. ഇനിയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പുതിയ റെസിപ്പി ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അസ്സലാം.